ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന ശ്രീ കൊട്ടിയൂർ മഹാശിവക്ഷേത്രം പ്രകൃതിയും മനുഷ്യനും ദൈവവും ഒന്നാവുന്ന സ്ഥലം. പറശ്ശിനിക്കടവ് പോലെ കണ്ണൂരുകാർ അഹങ്കാരത്തോടെ കൊണ്ടു നടക്കുന്ന ഒരു ക്ഷേത്രം. മെയ് ജൂൺ മാസത്തിൽ മഴയത്ത് 28 ദിവസം നീണ്ടു നിൽക്കുന്ന വൈശാഖ മഹോത്സവമാണ് ഇപ്പോൾ. ഇത്തവണ എനിക്കും എത്തിച്ചേരാൻ പറ്റി. ക്ഷേത്രത്തിന്റെ ചരിത്രം ദക്ഷയാഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഹൈന്ദവ പുരാണമനുസരിച്ച് തന്റെ മകൾ സതീദേവിയെയും ഭർത്താവായ ശിവനെയും അറിയിക്കാതെ ദക്ഷൻ ഒരു യാഗം നടത്താൻ തീരുമാനിച്ചു. എന്നാൽ ശിവന്റെ വിലക്കിനെ മറികടന്ന് സതീദേവി യാഗത്തിന് പോവുകയും അവിടെ വെച്ച് സ്വപിതാവിനാൽ അപമാനിക്കപ്പെടുകയും ചെയ്തു. ആ വേദനയിൽ ആത്മാഹുതി ചെയ്ത സതിയെ അന്വേഷിച്ച് പരമശിവൻ അവിടെ എത്തുകയും രോഷാകുലനായി ദക്ഷന്റെ ശിരച്ഛേദം നടത്തുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നു. ബാവലി നദിയുടെ ഇരു കരകളിലുമായി അക്കരെ കൊട്ടിയൂർ ഇക്കരെ കൊട്ടിയൂർ എന്ന് 2 ക്ഷേത്രങ്ങളുണ്ട്. വൈശാഖ മാസത്തിലെ ഉത്സവത്തിന് 28 ദിവസം മാത്രമാണ് അക്കരെ കൊട്ടിയൂർ തുറക്കുന്നത്. കൊട്ടിയൂർ വന്നു പോകുമ്പോൾ ഇവിടെ നിന്ന് വാങ്ങുന്ന ഓടപ്പൂവ് ഭഗവാന്റെ പ്രസാദമായി ഐശ്വര്യം വന്നു ചേരാൻ നമ്മൾ വീടുകളിൽ കെട്ടിവെക്കുന്നു.